നിങ്ങളറിയാത്ത ഒരു കോഴിക്കോടിന്റെ വിശേഷങ്ങളിലേക്കാണ്. കോഴിക്കോട് നഗരത്തിനും പരിസര പ്രദേശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള കുറെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രൗൺ തിയേറ്റർ 8 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു ചരിത്രവേദി. ഈ മേഖലയിൽ 70mm സിനിമാസ്കോപ്പ്, ഡോൾബി എന്നിവ അവതരിപ്പിച്ചത് ക്രൗൺ തിയേറ്ററാണ്. 70കൾ മുതൽ 90കൾ വരെ ഇംഗ്ലീഷ്, ബോളിവുഡ് സിനിമകൾക്ക് മാത്രമായി ഒരുക്കിയിരുന്ന ഇത് 2012 ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററായി മാറി. അതിന്റെ ഭൂതകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പഴയ വെസ്ട്രക്സ് 70mm പ്രൊജക്ടർ അതിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കോഴിക്കോട് ടൗൺ ഹാൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം എന്നും വ്യാപാര കേന്ദ്രം എന്നും മുമ്പ് അറിയപ്പെട്ടിരുന്ന കോഴിക്കോടിന്റെ സാംസ്കാരിക ഊർജ്ജസ്വലതയെ പ്രതിഫലിപ്പിക്കുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വേദിയായി ഇത് വളരെ കാലമായി പ്രവർത്തിക്കുന്നു. സാമൂതിരിമാരുടെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും തുടർന്ന് ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, ഡച്ച് സ്വാധീനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പ്രദേശത്തിന്റെ ഭാഗമാണ് ഈ കെട്ടിടം. മാനാഞ്ചിറ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തുള്ള ചരിത്രപ്രസിദ്ധമായ മനുഷ്യനിർമ്മിത ശുദ്ധജല കുളമാണ് മാനാഞ്ചിറ. 14ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവിക്രമൻ രാജാവാണ് ഇത് നിർമ്മിച്ചത്. ഒരു രാജകീയ കുളിമുറിയായിരുന്ന ഇത് പിന്നീട് പ്രധാന കുടിവെള്ള സ്രോതസ്സായി മാറ്റി. CSI കത്തീഡ്രൽ 1842 ബാസൽ മിഷണറിമാർ നിർമ്മിച്ച ഇത് ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള പ്രൊട്ടസ്റ്റന്റ് പള്ളികളിൽ ഒന്നാണ്. മൂന്ന് തട്ടുകളുള്ള ഒരു ഗോപുരവും ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു പൈപ്പ് ഓർഗനും ഇതിൽ ഉൾപ്പെടുന്നു. മാനാഞ്ചിറ സ്ക്വയറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇത് മലബാറിലെ ഏറ്റവും വലിയ ബാസൽ മിഷൻ പള്ളിയായി കണക്കാക്കപ്പെടുന്നു. KT എന്നറിയപ്പെടുന്ന KT മുഹമ്മദ് കോഴിക്കോടിന്റെ തന്റെ ആസ്ഥാനത്ത് നിന്ന് കേരളത്തിന്റെ നാടകരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മലയാള നാടകൃത്താണ്. തിരക്കഥാകൃത്ത്, നാടക സംവിധായകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ്. SK പൊറ്റക്കാട് ഒരു ഇതിഹാസ മലയാള എഴുത്തുകാരനായിരുന്നു. കോഴിക്കോടിനെ അനശ്വരമാക്കിയ സാഹിത്യകാരൻ. SM സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ് സാമൂതിരി കാലഘട്ടം മുതൽക്കേ പഴക്കമുള്ള കോഴിക്കോട്ടെ ഷോപ്പിംഗ് കേന്ദ്രമാണ്. പരമ്പരാഗത കോഴിക്കോടൻ ഹൽവയും വാഴപ്പഴ ചിപ്സും വിൽക്കുന്നതിലൂടെ ഇത് പ്രശസ്തമായി. കോഴിക്കോട് സാമൂതിരി ഭരണകാലത്താണ് ഈ തെരുവ് സ്ഥാപിതമായത്. ഗുജറാത്തി മധുരപലഹാര നിർമ്മാതാക്കളും തുണി വ്യാപാരികളും അവിടെ താമസിക്കാൻ അവർ പ്രോത്സാഹിപ്പിച്ചു. മാംസത്തോട് സാമ്യമുള്ള തിളങ്ങുന്ന ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഹൽവ വിറ്റഴിക്കപ്പെട്ടിരുന്നതിനാൽ ബ്രിട്ടീഷുകാർ ഇതിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ചരിത്രപരമായി മധുരപലഹാര കടകളാണ് ആധിപത്യം സ്ഥാപിച്ചതെങ്കിലും വസ്ത്രങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് വരെ എല്ലാം വിൽക്കുന്ന തിരക്കേറിയതും ഇടുങ്ങിയതുമായ ഒരു വാണിജ്യ കേന്ദ്രമായി ഇത് പരിണമിച്ചു. കോഴിക്കോട്ടെ ആര്യഭവൻ നഗരത്തിലെ ഏറ്റവും പഴക്കമേറിയ ഐക്കണിക്കായ ഒരു ശുദ്ധ സസ്യാഹാര റെസ്റ്റോറന്റുകളിൽ ഒന്നാണ്. കോഴിക്കോട് ജില്ലാ കേന്ദ്ര ലൈബ്രറി 1979 ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ കീഴിൽ സ്ഥാപിതമായി. പിന്നീട് ഇത് മാനാഞ്ചിറയിലെ കോഴിക്കോട് പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററായി പരിണമിച്ചു. 1996 ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായി ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മാനാഞ്ചിറ സ്ക്വയറിന് സമീപം 5 നില കെട്ടിടമുള്ള ഈ സ്ഥാപനം ഈ മേഖലയിലെ സാഹിത്യവും ഗവേഷണവും വളർത്തുന്നതിനായി നിർമ്മിച്ചതാണ്. കോമൺവെൽത്ത് ട്രസ്റ്റ് അഥവാ കോം ട്രസ്റ്റ് 1844
സ്വിറ്റ്സർലാൻഡിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വന്ന ബാസൽ മിഷണറിമാരുടെ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയായി ആരംഭിച്ച ഈ സ്ഥാപനം പിന്നീട് ഒരു പ്രധാന കൈത്തറി കയറ്റുമതി സ്ഥാപനമായി മാറി. ഉയർന്ന നിലവാരമുള്ള തുണിത്തരങ്ങൾക്കും വ്യാവസായിക നവീകരണത്തിനും പേരുകേട്ട ഇത് 1919 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും പിന്നീട് ഇന്ത്യൻ ട്രസ്റ്റിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഫാക്ടറിയായി മാറുകയും ചെയ്തു. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവർക്ക് ഉപജീവനമാർഗം നൽകുന്നതിനായി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാർ 1844 ഇത് സ്ഥാപിച്ചത്. കേരള ലളിത കലാ അക്കാദമി ആർട്ട് ഗാലറി 1985 ഇത് സ്ഥാപിതമായി. തൃശൂരിലെ സംസ്ഥാനത്തെ പ്രധാന അക്കാദമിയുടെ കീഴിൽ ദൃശ്യകലകൾക്കായുള്ള ഒരു പ്രമുഖ പ്രാദേശിക കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. പെയിന്റിംഗ്, ശില്പം, ഫോട്ടോഗ്രാഫി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു. 2013 പ്രാദേശിക കലാകാരന്മാരെ പിന്തുണക്കുന്നതിനായി 5 വ്യത്യസ്ത പ്രദർശന ഹാളുകൾ ഉപയോഗിച്ച് ഇത് നവീകരിച്ചു. ഭാസ്കരേട്ടന്റെ കട 70 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഐക്കോണിക് തെരുവ് ഭക്ഷണശാല. 1963 സഹോദരന്മാരായ ഭാസ്കരനും കുമാരനും ചേർന്ന് സ്ഥാപിച്ചത്. ആദ്യം കണ്ണൂർ റോഡിനടുത്തായിരുന്നു, പിന്നീട് പാരഗൺ ഹോട്ടലിനടുത്തേക്ക് മാറി. ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് 1950 മെയ് 14 സ്ഥാപിതമായ കേരളത്തിലെ ഒരു പ്രമുഖ പ്രക്ഷേപണ കേന്ദ്രമാണിത്. തിരുവനന്തപുരത്തിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ സ്റ്റേഷനാണ്. 1966 ഏപ്രിൽ 14 വിഷു ദിനത്തിലാണ് സ്റ്റേഷൻ അതിന്റെ പ്രാദേശിക വാർത്താ ബുള്ളറ്റിൻ ആരംഭിച്ചത്. മലബാർ തീരത്തെ ചരിത്രപ്രധാനമായ ഒരു തീരദേശ സ്ഥലമാണ് കാലിക്കറ്റ് ബീച്ച് അഥവാ കോഴിക്കോട് ബീച്ച്. അറബ് ചൈനീസ് വ്യാപാരികൾക്ക് ഒരു പ്രധാന പുരാതന വ്യാപാര തുറമുഖമായിരുന്നു ഇത്. 1498 പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോഡ ഗാമ സമീപത്തുള്ള കാപ്പാടിൽ ഇറങ്ങിയതും യൂറോപ്പിലേക്കുള്ള സുഗന്ധവ്യഞ്ജന പാത തുറന്നതും ഇവിടെയാണ്. പുതിയാപ്പ കോഴിക്കോട് നഗരത്തിന് വടക്ക് 7 കിലോമീറ്റർ അകലെയാണ് പുതിയാപ്പ ബീച്ച്. അറബിക്കടലിലേക്ക് കര നീണ്ടു നിൽക്കുന്നതിലൂടെ രൂപം കൊണ്ട പ്രകൃതിദത്ത ഉൾക്കടലിന് പേരുകേട്ട ചരിത്രപരവും സുപ്രധാനവുമായ ഒരു മത്സ്യബന്ധന ഗ്രാമം. പരമ്പരാഗത യന്ത്രവൽകൃത മത്സ്യബന്ധന കപ്പലുകൾക്ക് തിരക്കേറിയ ഒരു തുറമുഖമായി ഇത് പ്രവർത്തിക്കുന്നു. ഒരു പ്രാഥമിക മത്സ്യബന്ധന തുറമുഖമെന്ന നിലയിൽ ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ്. നിരവധി വർണ്ണാഭമായ ബോട്ടുകളുടെ ഊർജ്ജസ്വലവും ആധികാരികവുമായ തീരദേശ സംസ്കാരം തന്നെ ഇവിടെയുണ്ട്. കോഴിക്കോട് ലൈറ്റ് ഹൗസ് നിലവിലുള്ള ചെറുതും 17 മീറ്റർ ഉയരവുമുള്ള വെളുത്ത സിലിണ്ടർ ആകൃതിയിലുള്ള ഈ ഗോപുരം 1847
ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ ഘടനയ്ക്ക് പകരമായി നിർമ്മിച്ചതാണ്. കോഴിക്കോട് ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു നാഴികക്കല്ലായി തുടരുന്നു. എന്നിരുന്നാലും സമീപ ദശകങ്ങളിൽ ഓട്ടോമേറ്റഡ് ആയതിനാൽ കപ്പലുകൾക്ക് വഴികാട്ടാൻ ഇപ്പോൾ സജീവമല്ല. ചാലിയാർ നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ബേപ്പൂർ തുറമുഖം പുരാതനവും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ ഒരു സമുദ്ര കേന്ദ്രമാണ്. 1500 വർഷത്തിലേറെ പഴക്കമുള്ള വ്യാപാര ചരിത്രം, കപ്പൽ നിർമ്മാണ കേന്ദ്രമായി പ്രത്യേകിച്ച് ഉരു എന്നറിയപ്പെടുന്ന പരമ്പരാഗത തടി കപ്പലുകൾ ഇത് അറബ്, ചൈനീസ്, യൂറോപ്യൻ വ്യാപാരികൾക്ക് ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ടിപ്പു സുൽത്താൻ ബേപ്പൂരിന്റെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അത് വികസിപ്പിച്ചു. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് ഏറ്റെടുത്തു. കൊച്ചി കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ തുറമുഖമാണിത്. ലക്ഷദ്വീപിലേക്കുള്ള ഗണ്യമായ ചരക്ക് ഗതാഗതം ഇത് കൈകാര്യം ചെയ്യുന്നു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോടിന്റെ സംസ്കാരവുമായി ആഴത്തിൽ ഇഴചേർന്ന ഒരു ഉന്നത മലയാള എഴുത്തുകാരൻ. പിൽക്കാല ജീവിതത്തിൽ ബേപ്പൂരിൽ സ്ഥിരതാമസമാക്കി. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അദ്ദേഹം വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് ജയിലിൽ അടക്കപ്പെട്ടു. പിന്നീട് ബേപ്പൂരിൽ താമസിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ വീട് എന്ന തന്റെ വീട്ടിൽ നിന്ന് മാസ്റ്റർ പീസുകൾ നിർമ്മിച്ചു. ബഷീറിന്റെ സാന്നിധ്യം ബേപ്പൂരിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ വീട് എഴുത്തുകാരുടെയും ആരാധകരുടെയും സംഗമ സ്ഥലമായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഭൂരിഭാഗവും പലപ്പോഴും ആ പ്രദേശത്തിന്റെ പ്രാദേശിക ജീവിതം, ഭാഷ, സാമൂഹിക ഘടന എന്നിവയെ പ്രതിഫലിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും സാഹിത്യ സംഭാവനകളെയും ആഘോഷിക്കുന്നതിനായി പഴയ ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു സ്മാരക പദ്ധതി സജ്ജീകരിച്ചിരിക്കുന്നു. കോഴിക്കോട് ബേപ്പൂരിലുള്ള ഉരു നിർമ്മാണശാല ഒരു 2000 വർഷം പഴക്കമുള്ള കരുത്തുറ്റതും കൈകൊണ്ട് നിർമ്മിച്ചതുമായ തടിക്കപ്പലുകൾ നിർമ്മിക്കുന്നതിന് പേരുകേട്ടതാണ്. ഈ കപ്പലുകൾ സാമൂതിരിമാരുടെ കീഴിൽ അറബ് ഇന്ത്യ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് സഹായകമായി. മൊസപ്പൊട്ടേമിയയുമായുള്ള സമുദ്ര വ്യാപാരത്തിൽ നിന്നുത്ഭവിച്ച 2000 വർഷത്തെ പാരമ്പര്യമാണ് ഉരു നിർമ്മിക്കുന്ന ഈ കലക്ക്. ഇന്ന് കരകൗശല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വൈദഗ്ധ്യമുള്ള മാപ്പിള കലാസി സമൂഹം നിർമ്മിച്ച ആഡംബര കപ്പലുകളാണിവ. സാമൂതിരിമാരുടെ കീഴിൽ ഈ വ്യവസായം അഭിവൃദ്ധി പ്രാപിച്ചു. അവർ അവരെ നാവികസേനയ്ക്കായും ഉപയോഗിച്ചിരുന്നു. യന്ത്രസാമഗ്രികളില്ലാതെ ഭാരോദ്വാഹനത്തിലും കപ്പലുകൾ ഇറക്കുന്നതിലും വൈദഗ്ധ്യമുള്ള ഒഡായികളെയും മാപ്പിള കലാസികളെയുമാണ് ഈ വ്യവസായം ആശ്രയിക്കുന്നത്. പരമ്പരാഗതമായി നിലമ്പൂർ വനങ്ങളിൽ നിന്നുള്ള തേക്ക് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആധുനിക പരിമിതികൾക്ക് പലപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന തടി ആവശ്യമാണ്. തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, ഉയർന്ന ചെലവുകൾ, ആധുനിക സ്റ്റീൽ കപ്പലുകളിൽ നിന്നുള്ള മത്സരം എന്നിവ കാരണം 1970കളിലും 1980കളിലും ഈ വ്യവസായം കടുത്ത മാന്ദ്യം നേരിട്ടിരുന്നു. സത്യനടത്തൊടി പോലുള്ള വിദഗ്ധരായ കരകൗശല വിദഗ്ധരുടെ സഹായത്താൽ ഈ കരകൗശല വസ്തുക്കൾ ഇന്നും നിലനിൽക്കുന്നു. പൈതൃക മൂല്യത്തിന്റെ പേരിൽ ഈ വ്യവസായം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഔപചാരികമായ ബ്ലൂ പ്രിന്റുകൾ ഉപയോഗിക്കുന്നില്ല എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ കപ്പലുകൾ 2000 വർഷം പഴക്കമുള്ള ഒരു സമുദ്ര പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്നു. ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ആ ചേട്ടൻ്റെ പേര്, എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഒക്കെ എന്ന് പറഞ്ഞാട്ടെ. എൻ്റെ പേര് സത്യൻ എടുത്തുടി, ബേപ്പൂരാണ്. പിന്നെ ഇത് ഖത്തറിലേക്കുള്ളത്. ഇത് ഡെക്ക് ലെങ്ത്ത് 105 ഫീറ്റ്, വീതി 30 ഫീറ്റ്, 30 അടി. ബോഡി ഹൈറ്റ് 13 ഫീറ്റ്, 13 അടി ഉയരം. ബോഡി ഹൈറ്റ്
വെള്ളത്തിൽ നിന്ന് മേളിലോട്ടുള്ളത് അല്ല, ബോഡീൻ്റെ മൊത്തം ഹൈറ്റ്. മൊത്തം ഹൈറ്റ് കുറച്ച് വെള്ളത്തിലോട്ട് പോകുമല്ലോ അല്ലേ? അതിൻ്റെ ക്യാബിന് ഒരു 10 അടി വരും. ക്യാബിൻ വെള്ളത്തിൽ നിന്ന് മേളിലോട്ട്. അതെ, അതിൻ്റെ മുകളിലോട്ട് ബീലോസ് ഉണ്ട്, അത് 50 അടി വരും. അതിൻ്റെ മേളിലോട്ട് കിട്ടുന്ന ഈ പിന്നെ ക്യാബിൻ പോലുള്ള അതിന് ബീലോസ് എന്ന് പറയും. ബീലോസ് സ്റ്റാരിങ് കുടിക്കും. അതിൻ്റെ താഴെയുള്ളത് മജ്ലിസാണ്, ക്യാബിൻ മജ്ലിസ്. അത് ശരി. അങ്ങനെയൊക്കെ. ഇത് പിന്നെ എത്ര പേര് കയറും, അങ്ങനെ എന്ത് കപ്പാസിറ്റി വല്ലോ? അങ്ങനെ കപ്പാസിറ്റി പറഞ്ഞത് ചരക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 300 ടണ്ണൊക്കെ എടുക്കും. അന്നപ്പോൾ 300 ടണ്ണ് ചരക്ക് എടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് കയറാം ആ വെയിറ്റ് നോക്കുമ്പോൾ? അത് ശരി, മനസ്സിലായില്ല. അതുപോലെ ചരക്ക് എടുക്കാറില്ല, അല്ല, ഇത് അവരെ സ്വന്തം കടലിൽ കിടന്നുറങ്ങാനായിട്ട് ഉണ്ടാക്കുന്നത്. അത് ശരി. ആഡംബര കപ്പൽ പോലെ ഒരു നൗക. അത് ശരി. ഇത് പണിഞ്ഞു വരുമ്പോൾ എത്ര ടൺ വരും? ഇതൊക്കെ പണിഞ്ഞു വരുമ്പോൾ ഒരു 140 ടണ്ണോളം വരും. ഇതിനകത്ത് എത്ര പവറിൻ്റെ എഞ്ചിനാണ് വയ്ക്കുന്നത്? ഇപ്പം ഞങ്ങൾ കൂടുന്ന 850 ഡബിൾ എഞ്ചിൻ വെക്കുന്നുണ്ട്. അത് ഏത് കമ്പനിയാണ്? അത് ഇന്ത്യൻ കമ്പനി ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ കമ്പനി അത്ര കിർലോസ്കറിലൊന്നും കിട്ടില്ല. കിർലോസ്കറിൽ 650 വരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ 850 രണ്ടെണ്ണം വയ്ക്കുന്നത്? അത് വിദേശമാണ്, നിർമ്മിണിയാണ്. അത് ശരി. ഇത് ഒരു എത്ര നാൾ കൊണ്ട് എത്ര പേര് പണിഞ്ഞാലാണ് കംപ്ലീറ്റ് നീറ്റിൽ ഇറക്കാൻ പറ്റും? ഇതിപ്പം ഒരു 25 പേര് ഒരു വർഷം പണിയെടുക്കണം, നിങ്ങൾ നീറ്റിലിറങ്ങത്തുള്ളൂ. അത് ശരി. ഒരാൾക്ക് ശരാശരി ഒരു ദിവസം എന്തോ കൂലി കിട്ടും? അത് എങ്ങനെ, നിങ്ങൾ മന്ത്ലി കൂലിയാണോ അതോ ആഴ്ച കൂലിയാണ് ഒരാൾക്ക്? ഇതിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളത് ഡെയിലി വർക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ 1200 കൊടുക്കുന്നുണ്ട്. ഡെയിലി കൊടുക്കും. പക്ഷേ അത് അല്ലാത്ത സമയത്ത് ഒരാളെ വിളിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ 1200 മുകളിൽ കൊടുക്കും. ഇതിപ്പോൾ നിങ്ങൾ കോൺട്രാക്ട് പോലെ എല്ലാവരോടും ചേർന്നുള്ള ഒരു വർഷത്തേക്കുള്ള സ്ഥിരം വർക്കാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചേട്ടൻ്റെ കുടുംബക്കാരെല്ലാം ഉണ്ടോ അതോ പാരമ്പര്യമായിട്ട് മക്കളോ അച്ഛനോ ഒക്കെ ഉണ്ടോ ഇക്കൂട്ടത്തിൽ? ഇല്ലില്ല, അച്ഛനും ആദ്യം വർക്ക് ചെയ്തു. അങ്ങനെ പാരമ്പര്യമായിട്ട് വന്നാൽ ചേട്ടൻ്റെ മക്കളോ? മോനിപ്പോൾ ഇവിടെ ഉണ്ട്, അവനാപ്പോൾ ഇതിൻ്റെ സ്പോട്ടിൽ. ഇതിൻ്റെ മേൽനോട്ടം പുള്ളിക്കാണ്. മേൽനോട്ടുള്ള നമ്മളാണ് ഇതിൻ്റെ ലൈസൻസ് ഉള്ളത്. അത് ശരി. പേരെന്താ? സത്യൻ. എൻ്റെ പേര് സത്യൻ, എൻ്റെ പേര് ജിഷ്ണു അല്ലേ? അത് ശരി. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന പേര് വേറെ ഏതോ ഒരു പേരാണ്? ഞങ്ങളുടെ കമ്പനീൻ്റെ പേര്. നിങ്ങളുടെ കമ്പനീൻ്റെ പേരാണ്? അത് ശരി. നിങ്ങളുടെ ഓൺ കമ്പനിയാണല്ലേ? അപ്പോൾ ഇത് എത്ര പിന്നെ വർഷമായിട്ട് ചേട്ടൻ ഈ ഫീൽഡിലുണ്ട്? എത്ര ഇതുപോലെ വെസലല്ല ഇതെന്താ പറയുന്നത്, നൗക പുറത്ത് വിട്ടിട്ടുണ്ട്? ഇത് 13ാമത്തെ ബോട്ട്. 13ാമത്തതാണ്. എല്ലാം വിദേശത്താണ് പോയത്? വിദേശത്ത്. പിന്നെ ഖത്തറിൽ വെച്ചിട്ട് ഒരു 10 ഉണ്ടാക്കിയിട്ടുണ്ട്. ഖത്തറിലേക്ക് വേണ്ടി മാത്രമല്ല, അവിടെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടൻ അവിടെ പോയി ചെയ്തിട്ടുണ്ടോ? അത് ശരി. പിന്നെ നാട്ടിൽ ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ഇതുപോലത്തെ സാധനം ഓടുന്നുണ്ടോ നമ്മളുണ്ടാക്കിയത്? നമ്മളുണ്ടാക്കിയത് ഇവിടെ ഓടുന്നില്ല. ഇല്ല, ഇതെല്ലാം പുറത്തേ പോകത്തുള്ളൂ അല്ലേ? അത് ശരി. അപ്പോൾ എവിടെ നിന്നൊക്കെ ഓർഡർ കിട്ടുന്നുണ്ട് നമുക്ക്? ഖത്തർ, ദുബൈ, മനുവൊക്കെ വരുന്നുണ്ട്. വെസൽ കുറേ കൂടുതലുള്ളത് ഖത്തറിലാണ്. ഇത് നമ്മൾ വെസലെന്നാ പറയുക? അല്ല, അത് ഒന്ന് പറയുമ്പോൾ വെസലെന്ന് പറയും. വെസലെന്ന് പറയും. ഓരോ പേര് മാറ്റി പറയും. ഇത് ഫുൾ തടി കൊണ്ട് തന്നെയാണ്? ഫുൾ തടിയാണ്. ഡക്കിൻ്റെ ബീം ജിഐയുടെ ബീമാണ്. അത് ശരി. ഇനി ഇത് കൂടുതലും തടി ഏതാ, പ്ലാവാണോ അതോ? അല്ല, പ്ലാവുണ്ട്, വെണ്ടയ്ക്കുണ്ട്, കരിമരുന്നുണ്ട്. ആ കഴിഞ്ഞ ടെംപ്ലേറ്റ്. അത് ശരി. പിന്നെ പുറമെ കാണുന്നൊക്കെ തേക്ക്. പുറമെ തേക്കാണ്. വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നത് ഏത് തടിയായിരിക്കും? തേക്കുണ്ട്, അല്ലാത്ത തടിയുണ്ട്. ഇതിന് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കുന്നത്? വർഷം നമ്മൾ പെയിൻ്റ് അടിക്കും അങ്ങനെ? അറബികളൊക്കെ വർഷം ഇതിന് കയറ്റി പെയിൻ്റ് അടിക്കും. കയറ്റി വാട്ടർ ലൈനിൽ പെയിൻ്റ് അടിക്കും, മുകളിൽ പോളിഷ് ചെയ്യും, മറൈൻ ചെയ്യും. നമ്മളിവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവരവിടെ ചെയ്തോളൂ. ഇവിടെ സജ്ജീകരണങ്ങളില്ല. ഇത് ഇറക്കാൻ പറ്റും, കയറ്റാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇത് കയറ്റണമെങ്കിൽ കൊച്ചി പോകണം. അത് ശരി. ഓക്കെ. ഖത്തറിൽ ചെറിയ സ്ഥലമാണ്. നമ്മളൊരു കോഴിക്കോട് ജില്ലേൻ്റെ പുറത്തുണ്ട്. ആ സ്ഥലത്ത് ബാക്കിയായിട്ട് 4 ഉണ്ട് ഇത് കയറ്റാൻ പറ്റി. ചേട്ടൻ എത്ര കാലം ഉണ്ടായിരുന്നു അവിടെ ഇത് നിർമ്മിക്കാനായിട്ട്? ഒരു വർഷത്തിന് മേളം ഉണ്ടായിരുന്നു? 15 വർഷം ഉണ്ടായിരുന്നു. 15 വർഷം ഉണ്ടായിരുന്നു. 90 പോയത്. 2002 ഇവിടെ ഇത് വർക്കായിട്ട് വന്നു. പിന്നെ കുറേ പോയി. ഇപ്പോൾ 2013 ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 14 അത് ശരി. ഇപ്പോൾ ഈ തിരിച്ചു വന്നതിന് ശേഷം 4 വിട്ടോ? 14 വിട്ടത്. 14 പോയിട്ട് വന്നതിന് ശേഷം. വെരി ഗുഡ്. അത് ശരി. ഓക്കെ. മക്കളൊക്കെ? മോൻ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് മേൽനോട്ടം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഒറ്റ മോനേ ഉള്ളോ? ഒരു മോളും മോനും.
132 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ ഇരുമ്പ് നിർമ്മിതിയാണ് ഫറോക്ക് പഴയ പാലം. 1883 കോഴിക്കോട് ചാലിയാർ നദിക്ക് കുറുകെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണിത്. 1924 പുതിയ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് റെയിൽ ഗതാഗതത്തിന് നിർണായകമായിരുന്നു ഇത്. പിന്നീട് ഒരു പ്രധാന റോഡ് ലിങ്കായി മാറുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അടുത്തിടെ ഇതൊരു പൈതൃക വിനോദ സഞ്ചാര കേന്ദ്രമായി നവീകരിച്ചു. 1883 ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ നിർമ്മിച്ച ഈ പാലം തുടക്കത്തിൽ റെയിൽ ഗതാഗതത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. 1924 ശേഷം ഇത് റോഡ് ഗതാഗതത്തിലേക്ക് മാറി. ചാലിയത്തെയും കോഴിക്കോടും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയായിരുന്നു അത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുവഹിച്ചു. പാലക്കാട് ഡിവിഷന് കീഴിലുള്ള ഒരു ചരിത്ര പ്രസിദ്ധ സ്റ്റേഷനാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ. ചാലിയാർ നദിക്ക് സമീപം ഈ പ്രദേശത്തിന് സേവനം നൽകുന്നു. ഈ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാത 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് വികസിപ്പിക്കുന്നത്.